നമസ്കാരം. 2024 പറഞ്ഞിട്ട് രണ്ടാഴ്ച ആവുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് മോദിയുടെ രണ്ടാമത്തെ സന്ദർശനം ഉറപ്പായിരിക്കുന്നത്. രണ്ടും തൃശ്ശൂരിൽ തന്നെ. മോദി തൃശ്ശൂരിലെത്തുന്നത് കൃത്യമായ പദ്ധതിയോടെയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചേ മതിയാവൂ എന്ന വാശിയിലാണ് മോദിയും അമിത്ഷായും അടങ്ങുന്ന കേന്ദ്ര നേതൃത്വം. ഇത്രകാലം കേരള നേതൃത്വത്തിന് ചുമതലയേൽപ്പിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കയ്യിലിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര നേതൃത്വം, വിശിഷ്യ പ്രധാനമന്ത്രി നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി വനിതകളുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഈ വർഷം തുടങ്ങിയപ്പോഴേ മോദി തൃശ്ശൂരിലെത്തിയത്. അത് കഴിഞ്ഞ് രണ്ടാഴ്ച പോലും പൂർത്തിയാകുന്നതിന് മുൻപ് മോദി വീണ്ടും വരുന്നത് സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്തിൽ പങ്കെടുക്കാനാണ്. സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണം നടക്കുമ്പോൾ മോദി ഗുരുവായൂർ അമ്പലത്തിലുണ്ടാവും. ഗുരുവായൂർ അമ്പലത്തിന് വേണ്ടി മഹത്തായ ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടായിരിക്കും മോദി മടങ്ങുക. ആ പരിപാടിക്ക് എത്തുന്ന മോദി തലേ ദിവസം വൈകുന്നേരം കൊച്ചിയിലെത്തിയാൽ മറൈൻ ഡ്രൈവിൽ ഒരു വലിയ റോഡ് ഷോ നടത്തും. കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ കൊച്ചിയിൽ മോദി റോഡ് ഷോ നടത്താൻ ഇറങ്ങുന്നത് വെറുതെയല്ല. എന്തെങ്കിലും കേന്ദ്ര പദ്ധതികൾ പ്രഖ്യാപിച്ച് നാട്ടുകാരെ കയ്യിലെടുക്കാനുമല്ല. കേരളത്തിൽ ഏറ്റവും അധികം ക്രൈസ്തവർ ഉള്ള നഗരം എന്ന നിലയിൽ കൊച്ചിയെ അക്ഷരാർത്ഥത്തിൽ കീഴടക്കുന്നതിന് ഉദ്ദേശം ക്രൈസ്തവ വിശ്വാസികളെ കൂടി കയ്യിലെടുക്കാനാണ്. ഈ സന്ദർഭത്തിന് ചില പ്രത്യേകതകളുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭാ വിഭാഗമായ സീറോ മലബാർ സഭ, അതിന് പുതിയ തലവനെ, ഇടയനെ കിട്ടിയിരിക്കുന്ന സമയമാണ്. ആ ഇടയൻ തൃശ്ശൂരുകാരനാണ്. തൃശ്ശൂർ അങ്ങാടിയിൽ ജനിച്ചു വളർന്ന് ദാരിദ്ര്യം കൃത്യമായി മനസ്സിലാക്കി സകല മനുഷ്യരോടും അടുപ്പം പുലർത്തി അവിടുത്തെ സഹായമെത്രാനായി ഇപ്പോൾ തലമുതിർന്ന മെത്രാന്മാരെയൊക്കെ മറികടന്നുകൊണ്ട് മെത്രാന്മാർ തന്നെ തങ്ങളെ നയിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന മാർ റാഫേൽ തട്ടിൽ, ആ മേജർ ആർച്ച് ബിഷപ്പിനെ മോദി കണ്ടേക്കുമെന്ന് തന്നെയാണ് സൂചന പുറത്തു വരുന്നത്. കേരളത്തിലെ സീറോ മലബാർ സഭയെ കയ്യിലെടുത്താൽ ഏതാണ്ട് 18% വരുന്ന മൊത്തം ക്രൈസ്തവരെയും സ്വാധീനിക്കുന്നതിനുള്ള ആദ്യത്തെ പാലമായി മാറുമെന്ന് മോദിക്കറിയാം, BJPക്ക് അറിയാം. കേരളത്തിൽ BJPക്ക് ക്ലച്ച് പിടിക്കണമെങ്കിൽ ക്രൈസ്തവ സഭയുടെ പിന്തുണ വേണമെന്ന് നേരത്തെ തന്നെ അവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്മസിന് പ്രത്യേക വിരുന്ന് സംഘടിപ്പിക്കുകയും രാജ്യത്തെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും ക്രൈസ്തവ സമുദായത്തിലെ പ്രമുഖരെയും വിളിച്ച് ആദരിക്കുകയും ചെയ്തത്. കേരളത്തിലെ BJP നേതാക്കളോട് ക്രിസ്ത്യൻ മെത്രാന്മാരെ കണ്ട് കേക്ക് കൊടുക്കാൻ ഉത്തരവിട്ടത് മോദിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25% സീറ്റുകളെങ്കിലും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയത് മോദിയാണ്. ഈ വർഷം നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 25% ക്രൈസ്തവർക്കായിരിക്കും സീറ്റെന്ന് മോദി BJP നേതൃത്വത്തോട് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തുടർച്ച തന്നെയാണ് മോദി ധൃതി പിടിച്ച് ഇപ്പോൾ കൊച്ചിയിലെത്തുന്നത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് തലേ ദിവസം കൊച്ചി റോഡ് ഷോ നടത്തുക മാത്രമല്ല, സീറോ മലബാർ സഭയുടെ പുതിയ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്താനും നീക്കമുണ്ടെന്നാണ് വ്യക്തമാവുന്നത്. തൃശ്ശൂരുകാരനായ മാർ റാഫേൽ തട്ടിലിന്റെ തോളിൽ കൈവച്ച് അഭിനന്ദിക്കാൻ മോദി തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് ഡൽഹിയിലെ വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്നാൽ ഔദ്യോഗികമായി ഇതേക്കുറിച്ച് ഒരറിയിപ്പും ഒരു സൂചനയും ആരും പുറത്തുവിട്ടിട്ടില്ല. മറൈൻ ഡ്രൈവിലെ റോഡ് ഷോയും അതിനുശേഷമുള്ള ചില പൊതുപരിപാടികൾക്കും ശേഷം മോദി കൊച്ചിയിൽ തന്നെയാണ് താമസിക്കുന്നത്. മോദി താമസിക്കുന്നിടത്തേക്ക് മാർ റാഫേൽ തട്ടിനെയും മറ്റ് പ്രമുഖ മെത്രാന്മാരെയും വിളിച്ചു വരുത്തും എന്നാണ് ആദ്യ സൂചന പുറത്തു വരുന്നത്. അതല്ല, സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് പോയി മാർ തട്ടിലിനെ കണ്ടേക്കുമെന്നും പറയുന്നവരുണ്ട്. രണ്ടിൽ ഒന്നിനുള്ള സാധ്യത തന്നെയാണ് ഡൽഹിയിലെ BJP വൃത്തങ്ങളും എറണാകുളത്തെ സഭാവൃത്തങ്ങളും നൽകുന്നത്. സീറോ മലബാർ സഭയുടെ പുതിയ ഇടയനെ നേരിട്ട് കണ്ട് ആശംസകൾ അറിയിക്കുകയും അത് വാർത്തയാവുകയും ചെയ്യുന്നതോടെ ക്രൈസ്തവ സമൂഹവുമായുള്ള അടുപ്പം കൂടുതലാവുമെന്ന് മോദിക്കറിയാം. സീറോ മലബാർ സഭയെ പോലെ സ്വാധീനമുള്ള ഒരു സഭാ സമൂഹത്തെ ഒപ്പം നിർത്താൻ കഴിഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തെ BJPയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കഴിയുമെന്ന് മോദിക്കറിയാം. മോദിയും BJPയും RSSും ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന മോദിയുടെ നീക്കം. അറബ് രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലും മോദിക്ക് വലിയ സ്വീകാര്യതയാണ്. ക്രൈസ്തവ രാജ്യത്തെ നേതാക്കൾ മാത്രമല്ല, ഇസ്ലാമിക ലോകത്തെ നേതാക്കളും മോദിയെ ചേർത്ത് പിടിക്കുന്നു. എന്നാൽ കേരളത്തിൽ മാത്രം മോദിയുടെ ന്യൂനപക്ഷ വിരുദ്ധത എന്നും ചർച്ചയാണ്. മോദി ഇസ്ലാം വിരുദ്ധനാണ്, സംഘപരിവാർ ഇസ്ലാമിന്റെ അടിവേരുമാന്തും എന്ന ദുഷ്പ്രചരണം
കേരളത്തിൽ ശക്തമാണ്. എന്നാൽ ഇസ്ലാം വിരുദ്ധത എന്ന വാക്കിന് പകരം ന്യൂനപക്ഷ വിരുദ്ധത എന്നാണ് ഇവർ ഉപയോഗിക്കുന്നത്. ആ മുനയൊടിക്കാനാണ് ക്രൈസ്തവരെ ചേർത്ത് പിടിക്കാൻ മോദി പദ്ധതിയിടുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുറി തൃശ്ശൂരിലേക്കുള്ള വരവ് കേരളത്തിലെ ക്രൈസ്തവരെ BJP പക്ഷം ചേർക്കാനുള്ള പദ്ധതിയുടെ പ്രധാന കാരണമായി മാറും. എന്തായാലും മോദിയുടെ വരവ് കാത്തിരിക്കുകയാണ് കേരളം, പ്രത്യേകിച്ച് തൃശ്ശൂർ. മോദി സഭാസ്ഥാനത്ത് പോയോ അല്ലെങ്കിൽ മാർ റാഫേൽ തട്ടിൽ മോദി താമസിക്കുന്നിടത്ത് പോയോ നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ച യഥാർത്ഥത്തിൽ ഉറക്കം കെടുത്തുന്നത് ഇരു മുന്നണികളെയുമാണ്. ക്രൈസ്തവ സമൂഹം അടുക്കുന്നതിൽ ആശങ്കപ്പെടുന്ന LDFും UDFും മോദിയും സഭയുടെ പുതിയ തലവനുമായി ആദ്യ കൂടിക്കാഴ്ച നടക്കുന്നത് ഏതു തരത്തിൽ പ്രതിഫലിക്കുമെന്നറിയാതെ ആശങ്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്.